പരിശുദ്ധാത്മാവോട് വ്യക്തമായി സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായ ആ ദൈവിക ദൂതുകൾ നമുക്ക് കേട്ടത് പുലർത്തുവാൻ കടന്നു ഇടയാക്കട്ടെ. അല്പസമയം നമുക്ക് ചിന്തിക്കേണ്ടി യിരെമ്യാവ് 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളായിരിക്കും. യിരെമ്യാവ് 29-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാവ് 29:11-13. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളോട് പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ യഹോവയുടെ അരുളപ്പാട്. കർത്താവ് നമ്മളെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ആലോചനകൾ ഒക്കെ എന്ത് ചെയ്യുക, അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായി തന്നെ തീരുമാനങ്ങളുടെയാണ്. ഇന്നത്തെ കാലം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, പല സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ടും അതൊക്കെ ദോഷമായി തീരുമോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രതികൂലമായി നിൽക്കുമോ, എന്താ ഇങ്ങനെയൊക്കെ വരുവാനിടയായിത്തീരുന്നത്. എന്നാൽ കർത്താവ് വചനം പറയുന്നു, അതെല്ലാം തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുക. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലായിരുന്നു, പത്രോസിന്റെ ജീവിതത്തിലായിരുന്നു, ഓരോരുത്തരുടെ ജീവിതവും എടുത്തു വെച്ച് നോക്കുവാനിടയായിത്തീരുമ്പോൾ അവരൊക്കെ പ്രതികൂലങ്ങളിൽ കടന്നു വരും. എന്ത് ചെയ്യുക, അവർ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന് പ്രതിസന്ധികളുടെ ദൈവനാമത്തിന് വേണ്ടി ശക്തമായി ദൈവവചനം പറയുകയും സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെയും അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായി തന്നിട്ടുണ്ട്. അത് നിമിത്തം അവർ കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് പോകുവാനിടയായി, കാരാഗ്രഹത്തിൽ കിടക്കേണ്ട അവസ്ഥകൾ കടന്നു വരുവാനിടയായി തന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ആ മനുഷ്യൻ്റെ നിരൂപണങ്ങളല്ല എന്ന് മനസ്സിലാക്കുവാനിടയായിരുന്നു. മനുഷ്യൻ പുറമേ നോക്കുവാനിടയാകുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുവാനിടയായിരുന്നു. എന്നാൽ അവൻ പരിശുദ്ധമ്മയോട് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അപ്പോസ്തലൻ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് പിമ്പിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ആലോചനയുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിന് നാമത്തിന് വേണ്ടി നിന്നിട്ട് ദൈവനാമത്തിൻ്റെ സുവിശേഷം അറിയിട്ട് ദൈവനാമത്തിൽ വിടുതൽ കൽപ്പിച്ചപ്പോൾ സ്ത്രീയെ ഉള്ളിലുള്ള അത്ഭുതങ്ങളെ പുറത്താക്കുവാനിടെ അയച്ചിടുമ്പോൾ അവർ കൂട്ടം കൂടി പൗലോസിനെ എതിരെ നിന്നുകൊണ്ട് വാക്ക് പറഞ്ഞ് ജയിലിലേക്ക് അടക്കുവാനിടയാകുമ്പോൾ വിശ്വാസ സമൂഹത്തിനുൾപ്പെടെ സംശയങ്ങളിൽ കടന്നു വരുവാനിടെ അയച്ചു. എന്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എന്തുകൊണ്ട് ദൈവദാസനെ കാരാഗ്രഹത്തിലെ അനുഭവത്തിലേക്ക് വിടുവാൻ കഴിഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവത്തിലേക്ക് വിട്ടത് എന്ന് വിശ്വാസ സമൂഹത്തിന് പോലും ചോദിച്ചിനുമായി നിൽക്കേണ്ട അനുഭവങ്ങളിലേക്ക് കടന്നു വരും. പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ തന്നെ അവിടെ പതിരിപ്പോകേണ്ടതായ അനുഭവങ്ങൾ കടന്നു വരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതികൂലം കടന്നു വരുവാനിടയാകുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സ്ഥലത്ത് നിന്നു പ്രാർത്ഥിച്ചു, ഉപസിച്ചു, ആരാധിച്ചു. പക്ഷേ എനിക്ക് ഓരോന്നും എൻ്റെ ചിന്തകൾ എപ്പോഴും അത് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുക, പ്രതിസന്ധിയായി വന്നുകൊണ്ടിരിക്കുക. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ആ കാരാഗ്രഹത്തിന് അനുഭവത്തിലേക്ക് പോകുമ്പോഴും കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ആലോചനയുണ്ട്, ദൈവത്തിൻ്റെ ഒരു നിവർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയും. വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ആ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോയാൽ അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനിടയാകത്തില്ല. ഒരു മനുഷ്യന് കാരാഗ്രഹ പ്രമാണിയോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ വചനം ഉള്ളിൽ ചെന്നവൻ കാരാഗ്രഹത്തിന് അകത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ, അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ഹൃദയത്തെ തുറക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ പല പ്രതിസന്ധികളുടെ പ്രതികൂലതയുടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദേശമുണ്ട്. ഈ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെ ദൈവം നമ്മളെ കടത്തി വരുവാനിടയാകുമ്പോൾ
ചിലരുടെ ഹൃദയങ്ങളെ തമ്പുരാൻ തുറക്കുവാൻ വേണ്ടി ഇത് മുഖാന്തരമായി തീരും. അവിടെ ആ കർത്താവിന് വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിരൂപണങ്ങളല്ല, ദൈവത്തിന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ട് തന്നെ തീരുവാനിടയായി തീരും. എപ്പോൾ നാം വിശ്വസിക്കാനിടയായി തീരും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വരുന്നതൊക്കെയും അത് തിന്മയ്ക്കായിട്ടില്ല നന്മയ്ക്കായി തന്നെ തീരും എന്ന് ഞാൻ വിശ്വസിക്കുവാനിടയാക്കുമ്പോൾ അത് നന്മയ്ക്കായി തന്നെ വ്യാപരിക്കുവാനിടയായി തീരും. അപ്പോസ്തലനായ പൗലോസ് സന്തോഷിച്ചതുപോലെ അവൻ ഏത് പ്രതികൂലങ്ങളുടെ നിലവിലും ഏത് പ്രതിസന്ധി നിലവിലും ഒരു സന്തോഷിക്കുവാൻ തക്കുന്ന ഒരു കൃപ അവൻ ദിവസം പ്രാപിച്ചെടുക്കുവാനിടയാണ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിന്റെ നടുവില് അവൻ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കുന്ന ഒരു കൃപ ദൈവം ഞങ്ങളുടെ തമ്മിൽ പകരുവാനിടയാകണമേ. അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് കാരണമായി തീരുവാനിടയാണ്. ഞങ്ങളുടെ വചനം പറയുന്നു കർത്താവ് ഇത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവത്തിന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ വലിയോ പുള്ളിയോ തെറ്റുന്നില്ല, അത് അപ്രകാരം തന്നെ സംഭവിപ്പാനിടയായിട്ടില്ല. കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ആ പ്രതികൂലങ്ങളുടെ നിലവിൽ കർത്താവ് എന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യേണ്ടതായ ചെയ്യിപ്പിച്ചെടുക്കേണ്ടതായ ചില പദ്ധതികളുണ്ട്. കർത്താവ് എന്നിലൂടെ ചില അത്ഭുതങ്ങൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ ചില അത്ഭുതങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് എപ്പോഴാണ് ഞാൻ വിശ്വസ്തനായിട്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുവാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ നിൽക്കണവിടെയായിട്ടെന്നാൽ അവൻ ദൈവത്തെ ഉയർത്തുവാൻ യോബ് ചോദിച്ചതുപോലെ അവൻ സന്തോഷമുള്ളപ്പോൾ മാത്രമല്ല അവൻ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിന് നന്ദി കരയറ്റുവാൻ നിൽക്കുന്ന ഒരു കൃപ നമുക്ക് പ്രാവശ്യമാക്കാൻ കഴിയണം. സന്തോഷമുള്ളപ്പോൾ മാത്രമല്ല തിന്മകൾ നന്മ മാത്രമല്ല തിന്മയും കൂടെ സഹിച്ചൂടെ എന്ന് യോബ് തൻ്റെ ഭാര്യയോട് ചോദിക്കുവാനിടയായി തന്നതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കടന്നു വരുവാനിടയായിട്ട്. പക്ഷേ അതിനൊക്കെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളായിരിക്കാം. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ട് ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട അനുഭവം വരാം. പക്ഷേ ആ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടമ്പോൾ ദൈവം നമ്മുടെ ആത്മീയമായ കണ്ണുകളെ തമ്മിൽ തുറക്കുവാനിടയായി. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനാകുമ്പോൾ നമുക്ക് ശോധന ചെയ്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് മടങ്ങി വരുവാനിടയായി. രണ്ട് കർത്താവിൻ്റെ സ്ഥലത്ത് നേരോടെ വിശ്വസ്തത നിന്നിട്ടും ആ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആഞ്ഞടിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുവാനും കഴിയും, ദൈവത്തിന് അതിലൂടെ ചില പദ്ധതികൾ ചെയ്തിരിക്കുവാനുണ്ട് എന്ന് മനസ്സിലാക്കുവാനിടയായി. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ അവൻ നിന്നെ വെള്ളി ഊതി കഴിച്ചതുപോലെ കഴിച്ചത് അവൻ കഷ്ടതയിലൂടെ നടുവിലൂടെയാ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ കഴിക്കുവാനിടയായി. എന്തിനു വേണ്ടിയാ? അത് നല്ലൊരു പൊന്നായി തിരുവാൻ നിൽക്കണം, നല്ലൊരു ഒരു ദൈവത്തിന് വിലയേറിയതായി തിരുവാൻ നിൽക്കണം. ദൈവം ഇടയാക്കി തീർക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അതുപോലെ അപ്പോസ്തലൻ പൗലോസിനെ കൊണ്ട് ആ കാരാഗൃഹ പ്രമാണിയുടെ സുവിശേഷം അറിയിച്ചതുപോലെ കർത്താവ് ചില പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടത്തി വരുമ്പോൾ നമുക്ക് കർത്താവ് നമ്മളെ തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് അനേകരോട് വചനം പറയുവാൻ കർത്താവ് ബലപ്പെടുത്തുവാൻ ശക്തിയിരിക്കുവാനായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ അനേകരോട് നമ്മുടെ നാവ് കൊണ്ട് പറയുവാനക്കണം. എന്നെ ദൈവം വിടുവിച്ചു, എന്നെ ദൈവം സഹായിച്ചു, എന്നെ ദൈവം വഴി നടത്തി എന്ന് പറയുവാറ് ദൈവം നമ്മുടെ നാവുകളെ ബലപ്പെടുത്തുവാനായിട്ടും. അത് പറഞ്ഞത് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സ്ഥലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പ്രാർത്ഥന കഴിക്കുകയും ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവസ്ഥലിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസ്ഥലിലേക്ക് കണ്ണുനീർ ഒഴുക്കുവാൻ ഇടയായി തന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരുടെയും ചിന്ത പ്രകാരം ഒന്നും നടക്കുവാനിടയാകത്തില്ല. നമ്മുടെ ആരുടെയും വിചാരപ്രകാരം ഒന്നും നടക്കുവാൻ കഴിയത്തില്ല. അടുത്ത നിമിഷം എന്തായിത്തീരുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായത്തിലെ 9 മുതൽ 16 വരെ വാക്യം. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 വേഴ്സ് 9 to 16. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം 9-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. നീ എഴുന്നേറ്റ് സീതയോട് ചേർന്ന് സാരാപത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുറത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാപത്തിൽ പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറവ് വിറക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു.
അവൾ കൊണ്ടുവരാൻ പോയപ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണം എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നു മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്കും ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവും തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അനേകം അത്ഭുതങ്ങൾ കണ്ട് അനേകം അത്ഭുതങ്ങൾ ഏലിയാവിലൂടെ ചെയ്ത അവൻ പ്രവാചകനോട് അവൻ നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്. അത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു ആഗ്രഹത്തിലേക്ക് അവിടെ എത്തുകയാണ്. ഏലിയാവിൻ്റെ നമുക്ക് എഴുത്തു തൊട്ടിൻ്റെ അനുഭവത്തിൽ പെരുമാറുകയാകുമ്പോൾ വെള്ളവും പറ്റി കാക്കയുടെ വരവും നിന്ന് അവസാനിക്കുന്നു. അവിടെ ദൈവം ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക? അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യാം, നീ എഴുന്നേറ്റ് സാറാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആരെ പുലർത്തുന്നതിന് വേണ്ടി? ഏലിയാവിനെ പുലർത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ കിഴത്തോട് തോട്ടത്തിന് നടുവിൽ അരികിൽ ഇരുന്നപ്പോൾ അത് വെള്ളം കൊടുത്തു, അപ്പവും കൊടുത്തു, അവിടെ ഘോഷിപ്പിച്ചിരിക്കും. ഇതേ അവസ്ഥയാണ് അതിനെ പറയാം. സാറഫത്തിലേക്ക് പോകാനിടയാകുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുക, വിധവയെ കൊണ്ട് പൂറ്റിക്കുവാൻ വേണ്ടി ഏലിയാവിന് വേണ്ടി അവിടെ കൊടുത്തിരിക്കുക. പക്ഷേ അവിടെ ഏലിയാവ് ചെല്ലുന്ന അവസ്ഥ ചെല്ലുമ്പോൾ ഇടയാകുമ്പോൾ അവിടെ പറഞ്ഞത് അങ്ങനെ സാറാഫത്തിലേക്ക് പോയി അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പിറക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൻ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണവും അപ്പം കൂടി നിന്റെ കൈ കൊണ്ടുപോരണമേ എന്നവനോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടിമാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ല എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പിറക്കുന്നു. ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ സാറാഫാത്തിലെ വിധവയുടെ ഉള്ള അവസ്ഥയാണ്. അല്പം അവിടെ പറഞ്ഞിരിക്കുന്നത് അല്പം മാവ് മാത്രമേ ഉള്ളൂ. കലത്തിൽ ഒരു പിടി മാവും എനിക്ക് ഒരു പിടി മാവും തുരുത്തി അല്പം എണ്ണയും മാത്രമല്ല എൻ്റെ പക്കലൊന്നുമില്ല. ഇപ്പോൾ യഹോവ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാം? സാറാഫാത്തിലെ വിധവ ആരെ പോഷിപ്പിക്കും? ഇത് ഏലിയാവിനെ പോഷിപ്പിക്കാണ്. പക്ഷേ ഏലിയാവ് അവിടെ പോയി ചോദിക്കുവാണ്ടാകുമ്പോൾ ഈ ഒരു വിധവയെ കാണുന്നു. വിധവയെ പറഞ്ഞു, എനിക്ക് അപ്പം കൂടെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ വിധവ ഉള്ള അവസ്ഥ പറയുകയാണ്. എന്ത് ചെയ്യുക? എൻ്റെ വഴി ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഈ സിറ്റുവേഷനും നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? നമ്മൾ ഈ വിധവയും കൊണ്ടാണോ എന്നെ പോഷിപ്പിക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് നെഗറ്റീവായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിരാശയായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇനി ഈ വിധവയും കൂടി ഞാനോ അവിടെ കിടന്നു, ഈ വിധവയും എന്ത് പറയുന്നു, ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഏലിയാവ് വിചാരിക്കും, ഇവിടേക്ക് കൊണ്ടുവന്ന് ദൈവം പോഷിപ്പിക്കുന്നു. ദൈവം വാക്ക് പറയാൻ വാക്ക് മാറാത്ത ദൈവം. ആ ദൈവത്തിൻ്റെ വാക്കിന് വ്യത്യാസമില്ല. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അവൻ ആത്മാവിടെ ഇടപെടുകയും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ചെയ്യുവാൻ. ഇതാ സിറ്റുവേഷൻ. നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ ആയിരിക്കത്തില്ല സിറ്റുവേഷനിൽ കടന്നു വരുവാൻ. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മൾ സാഹചര്യങ്ങൾ കടന്നു വരുവാൻ. നമ്മൾ വിചാരിക്കുന്നു, അവിടെ ചെല്ലുന്നു, നമുക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ വിധവയെ ഒരുക്കി വെക്കുന്നു. നമുക്ക് ആ ക്ഷാമകാലം അല്ലെങ്കിൽ സമയം ദൈവം പറഞ്ഞ സമയം വരെ നമുക്കുള്ളതായ എല്ലാ ആഹാരങ്ങളും അവിടെ ഒരുക്കി വെച്ചുകൊണ്ട് ദൈവമോടെ ഒരുക്കി വെച്ചുകൊണ്ട് ഇവിടെ കാക്കയും വെള്ളവും ഒക്കെ തോറ്റ് വെള്ളം ഉണ്ടായിരുന്നു. കാക്കയെ കൊണ്ടുവന്ന് പോഷിപ്പിച്ചതുപോലെ ഏരിയാവ് ചിന്തിച്ച് അവിടെ ചെന്നാൽ അവിടെ തെറ്റുവാനിടയായി. നാം മുൻവിധിയോടുകൂടി ദൈവത്തിലേക്ക് വന്നാൽ അവിടെ എല്ലാം തെറ്റുവാനിടയായി. ഒരു ഭോഷനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത കഥാവെ അങ്ങയുടെ വഴി, അങ്ങയുടെ ആലോചന എൻ്റെ ജീവിതത്തിലേക്ക് അത് നടക്കുവാനായിട്ട്
ദിവസങ്ങൾ ആമേ വരുന്നതായ ശൂന്യതകളുടെ അനുഭവത്തിന് നടുവിലും ആമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. കർത്താവെ, എന്നെ അയച്ചത് തമ്പുരാനാണ്. സാറാഫാത്തെ വിധവയെ അങ്ങോട്ട് പോഷിപ്പിക്കാമെന്ന് പറഞ്ഞത് തമ്പുരാൻ മാത്രമാകുമ്പോൾ ആ തമ്പുരാന് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവം പ്രവർത്തിക്കുകയിൽ വലിയവനായ ദൈവമാണ്. ആ ദൈവത്തിന് അതിന്മേൽ ഒരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിന് അവിടെ ഒരു നേരെ തിരിച്ചു നോക്കിയാൽ ഏലിയാവ് അവിടെ വന്നില്ലെങ്കിൽ സാറാഫാത്തിന്റെ വിധവയ്ക്ക് സംഭവിക്കുവാൻ പോകുന്നത് ആ അപ്പം ഉണ്ടാക്കി കഴിച്ച് അവർ പട്ടിണി കിടന്ന് മരിക്കുവാനിടെ അച്ഛനും. ദൈവത്തിന് അവിടെ ഒരു നീതി ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ദാസനെ അവിടെ ഒരു ബ്രേക്ക് കൊണ്ടുവന്നിട്ട്, ഒരു ശൂന്യത കൊണ്ടുവന്നിട്ട്, ഒരു വരവ് നിർത്തിയിട്ട് ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ചേഞ്ചിലേക്ക് മാറ്റുവാനിടെ അയച്ചാണ്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക. അപ്പം ഇതുവരെ നിന്നതായ നന്മകൾ, ഇതുവരെ ലഭിച്ചതായ ആകാരം, വെള്ളം ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവം പറഞ്ഞ ഇടത്തേക്ക് പോകുവാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ പോകണം, എന്തിന് ഞാൻ ചെയ്യണം, എനിക്കിവിടെ നിന്നാൽ എല്ലാം ലഭിക്കത്തില്ലേ, എനിക്കിവിടെ നിന്നാൽ എല്ലാം കിട്ടത്തില്ലേ, ദൈവത്തിന് ഇവിടെ നിന്ന് എന്നെ മാനിക്കുവാൻ കഴിയത്തില്ലേ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയാകുമ്പോൾ നാം ദൈവത്തിന് പലപ്പോഴും വഴി പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിന് പലപ്പോഴും ആലോചന പറഞ്ഞു കൊടുക്കുവാനിടയാകുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ പദ്ധതിയുമല്ല. ദൈവം ഒരിടത്തേക്ക് അയക്കുവാനിടയാകുമ്പോൾ, ദൈവം ഒരിടത്തേക്ക് അയക്കണമെങ്കിൽ അതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പം ഇപ്പോൾ നിൽക്കുന്ന ആ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളെയും ദൈവം സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ നിൽക്കുന്ന എല്ലാ സിറ്റുവേഷനുകളും ദൈവം സ്റ്റോപ്പ് ചെയ്തിട്ട് സീറോയിൽ നിന്ന് ദൈവം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ നന്മകൾ മുഴുവൻ അവസാനിക്കുമ്പോൾ ഒരിക്കലും നിരാശയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനിടയാകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുവാനിടയാകണം. അവിടെയും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശകൾ കടന്നു വരുന്ന മണ്ഡലങ്ങളിൽ കടന്നു വരാം. ഞാൻ ആശ്രയം വെച്ചതും മുഴുവൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ കടന്നു വരുവാനിടയാകുമ്പോൾ മാനുഷികമായ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാം. എന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇനി ഇതുവരെ നീതിമാന്റെ തലമുറ ഒരിക്കലും പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്യത്തില്ല എന്ന് ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വസ്തയോടെ വേർപാടോടെ ദിവസം നിൽപ്പാനിടയായി ദൈവം കർത്താവ് അല്പസമയത്തേക്ക് ചില പ്രയാസങ്ങൾ, അല്പസമയത്തേക്ക് ചില ബ്രേക്കുകൾ സംഭവിച്ചാലും അതിനപ്പുറത്തേക്ക് ചില അത്ഭുതങ്ങൾ കാണുമാറ് ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് അത് കണ്ട് ദർശിക്കുവാനിടയായിട്ട് ദൈവം നമ്മളെയും കൂടെ അത് ചെയ്യിപ്പിക്കുവാനിടയായിട്ട് നമ്മളെയും കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം നിമിത്തം അവിടെ അത്ഭുതങ്ങൾ സംഭവിപ്പാനിടയായി. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ അല്പം പ്രയാസത്തിലൂടെ ചിലതിനെ അവയിൽ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവം പറയുന്ന വാക്കിനനുസരിച്ച് സാറാഫാത്തിലേക്ക് നടന്നു പോയേ പറ്റത്തുള്ളൂ, ചെന്നേ പറ്റത്തുള്ളൂ, കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ദിവസങ്ങൾ ദൈവം പറയുന്നതിനനുസരിച്ച് കർത്താവെ നിന്നത് ചെയ്യുവീൻ എന്ന ദൈവത്തിന് ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ കർത്താവെ അത് ചെയ്യുവാൻ തക്ക കൃപ പകരുവാനാണ്. പലപ്പോഴും കർത്താവെ ആ ദൈവത്തിന്റെ വചനത്തെയും മറുതലിച്ച് നിൽക്കുന്നതായ കർത്താവ് ദൈവത്തിൽ നിന്നുള്ള ശബ്ദമാണോ എന്ന് കേട്ടുകൊണ്ട് സംശയത്തോടെ നിൽക്കുന്ന മണ്ഡലങ്ങളുള്ളപ്പോൾ പരിശുദ്ധമേ കർത്താവെ അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ തക്ക കൃപ തമ്പുരാൻ നൽകണമേ. അങ്ങയുടെ ശബ്ദത്തെ ഒന്ന് തിരിച്ചറിയുവാൻ ഒരു കൃപ തമ്പുരാൻ പകരുവാനിടയാകണമേ. ദൈവത്തിന് ആത്മാവിനോട് സംസാരിക്കുമ്പോൾ അത് കർത്താവെ അങ്ങയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ, കർത്താവ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറയുമ്പോൾ കർത്താവെ അങ്ങയുടെ ശബ്ദത്തെ കേൾക്കുവാൻ, കർത്താവെ അങ്ങനോട് പറഞ്ഞിരിക്കുന്നതായ വചനങ്ങളെ ഒന്ന് കേൾക്കുവാൻ ഒരു കൃപ, ആ ദൂതുകളെ ഒന്ന് കേൾക്കുവാൻ ഒരു കൃപ നൽകണമേ. പക്ഷേ എൻ്റെ ചിന്തയിൽ അത് പലപ്പോഴും എന്ത് ചെയ്യാം, അത് ദോഷമെന്ന് ചിന്തിക്കാം, പലപ്പോഴും അത് നന്മയെന്ന് ചിന്തിക്കാം, എൻ്റെ തിരുവളകൾ പലപ്പോഴും എന്ത് ചെയ്യാം, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാം. പക്ഷേ അതിനൊക്കെ പിമ്പിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അതിനൊക്കെ മുമ്പിൽ ഒരു സാറാഫാത്തിലെ വിധവ എന്ന് പറയുമ്പോൾ അവിടെ ആ പട്ടിണിയുടെ അനുഭവത്തിലേക്ക് കടന്നിരുവാനാകുമ്പോൾ നമ്മുടെ നാം നിമിത്തം ആ കുടുംബത്തിലേക്ക് ചൊല്ലുവാണ്ടയാകുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ കലവറ തമ്മിൽ തുറന്നു കൊടുക്കുന്നത് പോലെ, അവരുടെ പട്ടിണികൾ മുഴുവൻ മാറ്റിക്കൊടുത്തതുപോലെ മഴ പെയ്യുന്ന സമയം വരെയും ആ കലത്തിലെ മാവ് കുറയുകയോ എണ്ണ കുറയുകയോ ചെയ്യുവാനിടയാകാതാണ് ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആ ദൈവദാസൻ അവിടെ ചെല്ലുവാൻ വിചാരിച്ചത്.
ഇതുപോലെ തമ്പുരാനും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില ഇടങ്ങളിൽ ചെല്ലുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, ചില ഭവനങ്ങളിൽ ചെല്ലുവാൻ തക്കണം ദൈവം നമ്മളെ ആക്കി വെക്കുമ്പോൾ, ചില ഇടങ്ങളിലൊന്നും ചെല്ലുവാൻ പ്രാർത്ഥിക്കുവാനായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിന് ആലോചന പറയുവാനായിരിക്കാം, ചിലപ്പോൾ ദൈവത്തിന് വചനം ഷെയർ ചെയ്യുവാനായിരിക്കാം. അതിന് പിമ്പിൽ അവൻ പറയുവാണ്ടേപ്പോൾ ഞാൻ ഏറ്റവും ചെറിയവനാണ്, എന്നെ കൊണ്ട് ഞാൻ പോയിട്ടെന്താ, എന്നേക്കാൾ അധികം അറിവുള്ളവർ ദൈവദാസന്മാരുണ്ടല്ലോ, അതിനേക്കാൾ അധികം പ്രഗത്ഭരായ ആൾക്കാരുണ്ടല്ലോ, അവർ പോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. നമ്മളെയും കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിരുമ്പോഴാകുമ്പോഴായിരിക്കാം നമ്മളൊരു വാക്കായിരിക്കും പറയുന്നത്, പക്ഷേ ആ വാക്കിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യുവാൻ ഒരു കൃപ നമ്മൾ പ്രാപിച്ചെടുക്കുവാനാണ്. പക്ഷേ നമ്മളത് ചെറുപ്പോ വലിപ്പോ ഒന്നും ചിന്തിക്കേണ്ട. അവൻ ദൈവത്തിന് ഏറ്റവും പോഷത്വമായതിനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തത്, അവന് ഒരു ഗുണവും ഇല്ലാത്ത, ഒന്നിനും പറയുവാനില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? തമ്പുരാന്റെ പ്രവൃത്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ഒരു ജഡവും പറയുന്നത്, ഒരു ജഡവും പ്രശംസിപ്പാനിടയാകരുത്. എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മിടുക്കുകൊണ്ടോ ഇത് ചെയ്തെടുത്തെന്ന് പറയുവാനിടയാകാതെ പരിശുദ്ധാത്മാവ് ഏറ്റവും പോഷത്വമായതിനെ തമ്മിൽ തിരഞ്ഞെടുക്കുവാനിടയായിരുന്നെങ്കിൽ ആ ദിവസം മനസ്സിലാക്കുവാനിടയാണ് ദൈവമേ നമ്മളെ ആ കോളിങ്ങിലേക്ക്, ആ ഒരു വിളിയിലേക്ക് നമ്മളെ എത്തിക്കുവാനിടയാകുമ്പോൾ, ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കും, ഒരുപക്ഷെ ചിലരോട് വചനം പറയുവാനായിരിക്കും, അതിനുവേണ്ടിയൊക്കെ നമ്മളെ ഒരുക്കുവാനിടയാകുമ്പോൾ ഒരിക്കലും അത് മറുതലിച്ച് നിൽക്കുവാനിടയാകും. കർത്താവേ, തമ്പുരാൻ എന്തു പറഞ്ഞു അത് ചെയ്യുവാനൊരു കൃപ തമ്പുരാൻ നൽകുവാനിടയാണ്. അതിന് പിന്നിൽ ചെയ്യുന്നത് കർത്താവ് എൻ്റെ കഴിവിൽ പലപ്പോഴും ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും ചെയ്യാം നമുക്കത് ചെയ്യുവാൻ പറ്റാതെ നിൽക്കുന്നത്. യഹോവയുടെ കരങ്ങളിലേക്ക് ദൈവം അത് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ആദരം. അതിന് മുമ്പിൽ ദൈവം എന്നോട് പറയുന്നത് എന്തോ അതെന്തൊരു ആയിക്കോട്ടെ. ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നത്, പക്ഷെ അത് മതി. അതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഒരു വ്യക്തിയോട് ഒരു ആശ്വാസ വചനമായിരിക്കാം പറയുന്നത്, പക്ഷെ അത് മതി കർത്താവിലൂടെ പ്രവർത്തിക്കുവാനായിട്ട്. ഒരുപക്ഷെ ഒരു സഹായം ചെയ്യുന്നതായിരിക്കും, മതി. ഒരുപക്ഷെ ഒരു വഴിധാര അല്ലെങ്കിൽ ഒരു രൂപയെ ഒരു ആളുടെ കൂടെ നടന്നു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യുന്നതായിരിക്കാം, മതി. അത് ദൈവത്തിന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന് പറഞ്ഞാൽ ചെയ്യും ദൈവത്തിന് വചനം പറയുമ്പോൾ നമ്മുടെ ആ നിരൂപണങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവ് പറയുന്നത് പോലെ ഒന്ന് ചെയ്യുവാണ്ടേയത്തിനും ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുവാണ്ടേയത്തിനും കർത്താവിനെ കരവിറങ്ങുവാണ്ടേയത്തിനും. അതുപോലെ ഏരിയാവോ അവളോട് പറയാൻ ഭയപ്പെടുന്ന നീ ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏരിയാവ് ദൈവം പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുവാനായി തീർന്നു. അതുപോലെ സാറാഫത്തിൻ്റെ വിധവരെ ആ ദേശത്തിലേക്ക് ചെല്ലുവാനായി തീർന്നു. ഏരിയാവ് പറഞ്ഞ കാര്യങ്ങളെ അതിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഏരിയാവ് മുറുകെ പിടിക്കുവാനായി തീർന്നു. രണ്ട്, സാറാഫത്തിൻ്റെ വിധവയും എന്ത് ചെയ്യുക, ഏരിയാവ് ആ പ്രവാചകൻ പറഞ്ഞത് അതുപോലെ ഏറ്റെടുക്കുവാനായി തീർന്നു. അതുപോലെ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിനെ അഭിഷേകമാൻ പരിശുദ്ധമാൻ നിറഞ്ഞ് ചില കാര്യങ്ങൾ പറയുവാനിടയാകുമ്പോൾ ഏറ്റെടുക്കുവാനൊരു മനസ്സ്, കർത്താവ് ചെയ്യുവാനൊരു മനസ്സ് ഒക്കെ ദിവസം പ്രാപിച്ചെടുക്കുവാനിടയാണ്. അങ്ങനെ ചെയ്യുവാനിടയായിട്ടൊന്നാൽ അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുവാനിടയായിത്തീരും. അതിനെ അങ്ങനെ ആയിത്തീരുവാനിടയാകുമ്പോൾ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കരുത്തിന് മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ദൈവമായ യഹോവ എന്ന് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാനായിട്ട് നമുക്കൊരു വാക്കുകൾ വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴും നടന്ന് എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴും നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഈ വചനത്തെ നമ്മളുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുവാനായിരുന്നു. നമുക്ക് എത്രത്തോളം പ്രായമായി, നമ്മൾ നടന്ന വഴികൾ, നമ്മൾ വന്ന വഴികൾ ഒക്കെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വായിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവാണ്. ഈ സമയം വരെ കർത്താവ് നമ്മളെ വഴി നടത്തിയ ഒരുപാട് വഴികളിലൂടെ നമ്മൾ നടത്തുവാനായിരുന്നു. ആശ്വസിപ്പിച്ച് ഒരു മകൻ, ഒരപ്പൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ ആശ്വാസത്തിന് വാക്ക് പറഞ്ഞു അമ്മയെ ഓമനിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ച് നിർത്തി.
അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ മാറോട് ചേർത്താൻ മനസ്സിലായി. അപ്പം നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തപ്പോഴും ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ ആ കുറവുകളെയൊക്കെ ആ കർത്താവിൻ്റെ സന്ധികൾ ഏറ്റുപറയുവാനും അതൊക്കെ ക്ഷമിച്ച് ആ ദൈവം നമ്മളെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു വഹിച്ച ദൈവത്തിന് കരമുണ്ട്. ദൈവം പറയാം, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ദിവസങ്ങൾ അത് ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒരു കൃപ അധികമായി നമ്മൾ പ്രാപിക്കുവാനാണ്. നമ്മൾ നടത്തിയത് വെറുതെ അല്ല, നമ്മളെ കൊണ്ടുവന്നത് വെറുതെ അല്ല. നമ്മളെ നടത്തിയത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അമ്മയെ കൊണ്ടുവന്ന വഴികളിലൂടെ അമ്മ ഇത് റിമൈൻഡ് ചെയ്തപ്പോഴും മനസ്സിലാക്കി എപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. എന്തിനാ? നാം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും സമയങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ദിവസം ഇരുന്നിട്ട് അമ്മ ദിവസത്തിൽ നിന്ന് അമ്മ ഇരുന്ന് കർത്താവെ കൊണ്ടുവന്ന വഴികളൊക്കെ ഒന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തിനാണ്? നാം നിഗളിച്ചു പോകാതിരിക്കുന്നത്. നമ്മുടെ കയ്യാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ആരോഗ്യമാണ്, ഇതൊക്കെ നേടിയെന്ന് ഒരിക്കലും പറയാതിരിക്കണമെങ്കിൽ ചില വഴികൾ, ചില നടത്തിയ വിധങ്ങൾ ഒക്കെ ഓർത്ത് കൊള്ളുന്നത് എപ്പോഴും നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ദൈവനാമത്തിന് വേണ്ടി അമ്മ തിരുവാനിടയാറ്റുന്നത്. എപ്പോഴും അത് അമ്മ പ്രത്യക്ഷമായ അനുഭവങ്ങൾ എവിടെയെങ്കിലും ഡയറിയിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോ ഒക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഒന്ന് ഓർത്തെടുക്കുവാനിടയായിരുന്നു. നിന്ദിച്ച ഭാരപ്പെടുത്തിയ മണ്ഡലങ്ങൾ നടുവിൽ, സഹായമില്ലാതെ അമ്മയിൽ വിഷമിച്ച മണ്ഡലങ്ങൾ നടുവിലൊക്കെ ആ കർത്താവിൻ്റെ കരം എത്രയാ വലുതായിരുന്നു രുചിച്ചറിയുവാൻ ദൈവടയാക്കിയപ്പോൾ ദൈവമേ വീണ്ടും എന്നെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണല്ലോ, നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണല്ലോ. ആ ദൈവസ്നേഹം എത്ര രുചിച്ചറിഞ്ഞാലും മതി വരികയില്ല. ദൈവം നടത്തിയ അങ്ങനെ ഉള്ള കരങ്ങളിൽ പലപ്പോഴും പറയുന്നത് പോലെ എന്ത് ചെയ്യുക, കുഴഞ്ഞ ചേറ്റിലൂടെ കടന്നു പോയപ്പോൾ നമ്മളല്ല, നാം നിന്നായിരുന്നെങ്കിൽ, ആ ചേറ്റിൽ നിന്നാണെങ്കിൽ, ആ കുഴഞ്ഞ അനുഭവത്തിൽ നിന്നെങ്കിൽ നാം താഴ്ന്നു പോയേനെ. പക്ഷെ നമ്മളെ താങ്ങി നിർത്തിയ ഒരു കരമുണ്ട്. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ്. അവൻ ദൈവമോടെ അവൻ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവൻ താണുപോയി, അവൻ വീണുപോയി, ഇനി അവനൊരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങൾ നടുവിൽ വീഴുന്ന അനുഭവത്തിൽ അവൻ മറ്റുള്ളവർ പരിഹസിക്കുവാൻ വേണ്ടി ചുറ്റും നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. അന്ന് ഉയർത്തിയ നടത്തിയ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാനും കഴിയും എത്രയെത്ര അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകാണ്ടാകുമ്പോൾ നാമല്ല നിന്നത്, ദൈവം നമ്മളെ നിർത്തിയതാണ്. നാമല്ല നടന്നത്, ദൈവം നമ്മളെ നടത്തിയതാണ്. അവനക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും അവന് ഒരു ചെടിയിലൂടെ നടക്കുവാനിടയാകുമ്പോൾ മനസ്സിലാക്കും, ഒരു ചുവട് അവൻ എവിടെ ഉറപ്പിക്കുവാണ്? ചെളിയിലാണ് നിൽക്കുന്നത്. ആ ചെളിയിൽ നിന്ന് അടുത്ത കാലെടുത്ത് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാല് വീണ്ടും താഴ്ചയിലേക്ക് പോകത്തുള്ളൂ. അടുത്തൊരു കാലെടുത്ത് പൊക്കി വെക്കുവാൻ പറ്റത്തില്ല. എത്ര ഡീപ്പിലേക്ക് വീണ്ടും കുഴിയിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി വരുവാൻ കഴിയും. ഇങ്ങനെയെങ്കിൽ എത്ര സപ്പോർട്ട് ചെയ്ത്, എത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ദൈവം നിർത്തിയിട്ടുണ്ട്. എത്രയധികം സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാവും കാര്യങ്ങളെന്ന് ചിന്തിച്ച മണ്ഡലങ്ങൾ, എങ്ങനെയാകും മുമ്പോട്ട് നിന്ന് ചിന്തിച്ച മണ്ഡലങ്ങൾ, എത്രയധികം സപ്പോർട്ട് ചെയ്ത് ദൈവം നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട്, കർത്താവിൻ്റെ നിർദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ ആലോചന പ്രകാരം ദൈവമേ അങ്ങ് അയക്കുന്നിടത്ത് പോകാൻ ഒരു കൃപ നൽകണമേ. ദൈവം അങ്ങ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു കൃപ നൽകണമേ. അങ്ങനെ ഇഷ്ടം പോലെ ജീവിപ്പാൻ ഒരു കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ ഒരു കൃപ നൽകുവാനാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നെ കൊണ്ടുവന്ന വഴികൾ കർത്താവേ ഇപ്പോൾ കർത്താവേ ദൈവത്തിൻ്റെ നിരൂപണങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും പദ്ധതികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കുവാനാകണമേ. അപ്പോൾ അങ്ങനെ നിരൂപണങ്ങൾ അങ്ങനെ എല്ലാം അത് തിന്മയ്ക്കായിട്ടില്ല നന്മയ്ക്കായിട്ട് തീരുകയായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവേ അത് അങ്ങനെയായിരുന്നു കർത്താവേ, അങ്ങനെ തന്നെയാണ് സംഭവിക്കുവാനായിരുന്നത്. ഞാൻ അപ്പോൾ ചിന്തിച്ചു, എൻ്റെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അമ്മ കടന്നു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു കർത്താവേ അത് ദോഷത്തിനാണല്ലോ, ഇത് ദോഷമായി തീരുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അപ്പോൾ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുവാനിടയാകുമ്പോൾ അത് ദോഷത്തിനല്ല, അത് ഗുണത്തിനായി തീരുവാനിടയായി തീർന്നു, എൻ്റെ നന്മയ്ക്കായി തീരുവാനിടയായി തീർന്നത് പോലെ അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ കർത്താവ് അപ്പം നടത്തിയ വഴികൾ, അവൻ നടത്തിക്കൊണ്ടുവന്ന വഴികൾ, അവൻ നിർത്തിയ വഴികൾ ഒക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ നന്ദി കരേറ്റുവാൻ ഒരു കൃപ നൽകുവാനിടയാണ്. നാം ഇത് പറഞ്ഞതുപോലെ കർത്താവ് അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, അങ്ങ് ചെയ്ത നന്മകളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയുവാൻ ഒരു കൃപ തരുവാൻ്റെയാണ്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ നൽകണമേ. ഈ ദൈവസഭ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു അല്പസമയം നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കാം. വിഷയമായിട്ട് അല്പസമയം പ്രാർത്ഥിക്കാം.